Today I am going to discuss about uronic acid pathway. Okay, so this is an alternative way of glucose oxidation. ഈ പാത്വേ നടക്കുന്നത് ലിവറിൽ വെച്ചിട്ടാണ്, ലിവറിൻ്റെ സൈറ്റോപ്ലാസത്തിൽ. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ എക്സാമിന് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനായിട്ട് ഇറ്റ് ഈസ് എൻ ഓൾട്ടർനേറ്റീവ് വേ ഓഫ് ഗ്ലൂക്കോസ് ഓക്സിഡേഷൻ ആൻഡ് ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ ലിവറിൽ സൈറ്റോപ്ലാസത്തിൽ. ഓക്കെ, ഇനി ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ്സ് UDP glucuronic acid. ഓക്കെ, ദ UDP glucuronic acid എന്ന് പറയുന്നത് ഗ്ലൂക്കറോണിക് ആസിഡിൻ്റെ ആക്റ്റീവ് ഫോമാണ്. സോ ദിസ് പാത്വേ ഈസ് ഓൾസോ കോൾഡ് ആസ് ഗ്ലൂക്കറോണിക് ആസിഡ് പാത്വേ. സോ ദ മെയിൻ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് പാത്വേ ഈസ് ഇറ്റ് പ്രൊവൈഡ്സ് UDP glucuronic acid. The UDP glucuronic acid is the active form of glucuronic acid. അപ്പോൾ ഇവിടെ ഗ്ലൂക്കറോണിക് ആസിഡിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള മെയിൻ റീസൺസ്, അപ്പോൾ എന്തൊക്കെയാണ് ഈ UDP ഗ്ലൂക്കറോണിക് ആസിഡ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് യൂസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ കോൺജുഗേഷൻ ഓഫ് ബിലിറുബിൻസ്, സ്റ്റിറോയിഡ്സ് ആൻഡ് വേരിയസ് ഡ്രഗ്സ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഇറ്റ് ഈസ് used for the synthesis of glycose aminoglycans GAG and also the proteoglycans. So യൂസസ് പറയുമ്പോൾ രണ്ട് പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കുക: കോൺജുഗേഷൻ ആൻഡ് സിന്തസിസ്. കോൺജുഗേഷനിൽ ബിലിറുബിൻ, സ്റ്റിറോയിഡ്സ്, വേരിയസ് ഡ്രഗ്സ്; സിന്തസിസിൽ ഗ്ലൈക്കോസ് അമിനോഗ്ലൈക്കൻസ് ആൻഡ് പ്രോട്ടിയോഗ്ലൈക്കൻസ്. ഇനി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ രണ്ട് പോയിൻറ്റ്സ് കൂടെ ഉണ്ട്, അത് ഞാൻ ഈ പാത്ത് പറയുന്ന ഇടയിൽ പറയും. ഓക്കെ, സോ ലെറ്റ്സ് എൻ്റർ ഇൻ ടു ദ യൂറോണിക് ആസിഡ് പാത്വേ. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇറ്റ് ഈസ് എൻ ആൾട്ടർനേറ്റീവ് വേ ഓഫ് ഗ്ലൂക്കോസ് ഓക്സിഡേഷൻ. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന സാധനങ്ങളാണ്. മെയിനായിട്ട് ദ ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസിസ് ഫോസ്ഫേറ്റ് ബൈ ഗ്ലൂക്കോകൈനേസ് എൻസൈം, ആൻഡ് ദിസ് ഗ്ലൂക്കോസിസ് ഫോസ്ഫേറ്റ് ഇസ് ദെൻ കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ് 1-phosphate ബൈ ഫോസ്ഫോഗ്ലൂക്കോന്യൂട്ടേസ്. ഓക്കെ, ഇനി ഈ ഗ്ലൂക്കോസ് 1-phosphate ഇസ് കൺവേർട്ടഡ് ഇൻ ടു UDP ഗ്ലൂക്കോസ് ബൈ UDP ഗ്ലൂക്കോസ് പൈറോഫോസ്ഫോറൈലേസ്. ഇനി ഈ UDP ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു UDP ഗ്ലൂക്കറോണിക് ആസിഡ് ബൈ UDP ഗ്ലൂക്കോസ് ഡീഹൈഡ്രോജനേസ്. അപ്പോൾ നമുക്ക് നമ്മുടെ UDP ഗ്ലൂക്കറോണിക് ആസിഡ് കിട്ടി, വിച്ച് ഇസ് എൻ ആക്റ്റീവ് ഫോം ഓഫ് ഗ്ലൂക്കറോണിക് ആസിഡ്. ആൻഡ് ഈ എൻസൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ NADH ഡിപ്പെൻഡൻറ്റ് എൻസൈമാണ്. ഇനി ഈ വാട്ട് ഹാപ്പൻസ് ടു ദിസ് ഗ്ലൂക്കറോണിക് ആസിഡ്. അപ്പം ഗ്ലൂക്കറോണിക് ആസിഡ് ദെൻ കൺവേർട്ടഡ് ഇൻ ടു, ഇവിടെ കുറേ എൻസൈംസ് ഉണ്ട്, അതൊന്നും നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് നെയിം മാത്രം മതി. അപ്പോൾ ഈ ഗ്ലൂക്കറോണിക് ആസിഡ്, ഈ UDP ഗ്ലൂക്കറോണിക് ആസിഡ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കറോണിക് ആസിഡ്, ദെൻ ഇറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു L-ഗുളോണിക് ആസിഡ്. ഇത് ഈ L-ഗുളോണിക് ആസിഡിന് രണ്ട് ഇതാണ് ഇതിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബീങ്സിനും ലോവർ അനിമൽസിനും വേറെ വേറെ ആണ് ഇതിന് ശേഷം നടക്കുക. ദാറ്റ് ഈസ് ദ L-ഗുളോണിക് ആസിഡ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു L-ഗുളനോലെക്ടൺ ഇൻ ലോവർ അനിമൽസിൻ്റെ കേസാണ് പറയുന്നത്. ഫസ്റ്റ് L-ഗുളോണിക് ആസിഡ് ഇസ് ദെൻ കൺവേർട്ടഡ് ഇൻ ടു L-ഗുളനോലെക്ടൺ ബൈ, ഇവിടെ ഒരു എൻസൈം ഉണ്ട്, അതിൻ്റെ നെയിമൊന്നും നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഈ എന്താണ് പ്രോഡക്റ്റ് എന്ന് മാത്രം നോക്കി വെക്കാം. L-ഗുളനോലെക്ടൺ ആവും. ഈ L-ഗുളനോലെക്ടൺ ഇസ് കൺവേർട്ടഡ് ഇൻ ടു അസ്കോർബിക് ആസിഡ് വിച്ച് ഇസ് ദ വൈറ്റമിൻ C. ഓക്കെ, സോ ഇൻ ലോവർ അനിമൽസിൽ ദിസ് UDP ഗ്ലൂക്കറോണിക് ആസിഡ് ഈസ് യൂസ്ഡ് ഫോർ ദ സിന്തസിസ് ഓഫ് വൈറ്റമിൻ C ഇൻ ലോവർ അനിമൽസ്. ദിസ് ഈസ് നോട്ട് പ്രൊഡ്യൂസ്. ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ഹ്യൂമൻ ബീങ്സിൽ നടക്കില്ല, കാരണം ഈ L-ഗുളനോലെക്ടൺ ഇസ് കൺവേർട്ടഡ് ഇൻ ടു അസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ വൈറ്റമിൻ C ബൈ എൻസൈം കോൾഡ് ഗുളനോലെക്ടൺ ഓക്സിഡേസ്. ഈ ഒരു എൻസൈം നമ്മുടെ ഹ്യൂമൻസിലില്ല, അപ്പോൾ ഈ പ്രോസസ്സ് ഹ്യൂമൻസിൽ നടക്കില്ല. വൈറ്റമിൻ C ഈ യൂസ് എഴുതുന്ന സമയത്ത് ഉറപ്പായിട്ട് അതിൻ്റെ കൂടെ ലോവർ അനിമൽസും കൂടെ ആഡ് ചെയ്യണം. ഹ്യൂമൻ ബീങ്സിൽ നടക്കുന്നില്ല. ഇനി വാട്ട് ഹാപ്പൻസ് ഇൻ ഹ്യൂമൻ ബീങ്സ്? ഹ്യൂമൻ ബീങ്സിൽ this gulonic acid, okay, L-gulonic acid is converted into L-cellulose, then by using an enzyme called xylitol dehydrogenase it is converted into L-xylitol, then it is converted into D-cellulose by cellulose reductase, and it is converted into D-cellulose 5-phosphate which is a pentose sugar.
സോ നമ്മുടെ ഇവിടെ യൂസസിൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും? ഇവിടെ കോൺജുഗേഷൻ, സിന്തസിസ്, പിന്നെ പ്രൊഡക്ഷൻ ഓഫ് വൈറ്റമിൻ സി ഇൻ ലോവർ എനിമൽസ്. ഓൾസോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ സിന്തസിസ് ഓഫ് പെൻറ്റോസ് ഷുഗർ. കാരണം ലാസ്റ്റ് നമുക്കിവിടെ ഡീസൈലോസ് 5-ഫോസ്ഫേറ്റാണ് കിട്ടുന്നത്. ഇറ്റ് ഈസ് എ പെൻറ്റോസ് ഷുഗർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലെവലിൽ യൂറോണിക് ആസിഡ് പാത്വേ വേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ ബേസ് ആയിട്ട് നമുക്ക് വേറൊരു ഡിസോർഡർ സാധനം വരുന്നുണ്ട്. അതാണ് നമ്മുടെ എസെൻഷ്യൽ പെൻറ്റോസ് യൂറിയ. അപ്പം എസെൻഷ്യൽ പെൻറ്റോസ് യൂറിയ എഴുതുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എഴുതുന്നത് ഇറ്റ് ഈസ് എൻ ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം. ഓക്കെ, ഇറ്റ് ഈസ് എൻ ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം ആണ്. ആൻഡ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഡെഫിഷ്യൻസി ഓഫ് സൈലുലോസ്. ഇവിടെ പാർട്ടി നോക്കുമ്പോൾ ഇറ്റ് ഈസ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് cellulose reductase and xylitol dehydrogenase. Okay, it is because of the deficiency of cellulose reductase and xylitol dehydrogenase. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ പാത്രം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു എൻസൈമും ഈ ഒരു എൻസൈമും ഇല്ല. സോ എൽ സൈലുലോസ് ഇസ് നോട്ട് കൺവേർട്ടഡ് ഇൻ ടു ഡീസൈലുലോസ്. ഓക്കെ, എൽ സൈലുലോസ് ഇസ് നോട്ട് കൺവേർട്ടഡ് ഇൻ ടു ഡീസൈലുലോസ്. അപ്പോൾ എന്താവും? അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ എൽ സൈലുലോസ് അക്യുമുലേറ്റ് ചെയ്യും ആൻഡ് ഇറ്റ് ഈസ് എക്സ്ക്രീറ്റഡ് ഇൻ യൂറിൻ. ഓക്കെ, ഇനി ഈ എസെൻഷ്യൽ പെൻറ്റോസിൻ്റെ വേറൊരു പോയിന്റ് ആക്കി എഴുതാൻ പറ്റുന്നതാണ്. ഇറ്റ് ഈസ് എ കമ്പോണൻറ്റ് ഓഫ് ഗെറോഡ്സ് ടെട്രാഡ്. ഈ ഗെറോഡ്സ് ടെട്രാഡ് നമുക്ക് അറിയുന്ന സംഭവമാണ്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് 4 ഇൻഹെറിറ്റഡ് മെറ്റബോളിക് ഡിസീസ്: ആൽബിനിസം, സൈറ്റിനൂറിയ, സിസ്റ്റിനൂറിയ, ആൽക്കപ്റ്റിനൂറിയ ആൻഡ് പെൻറ്റോസ്യൂറിയ. അപ്പോൾ പെൻറ്റോസ്യൂറിയ ഉണ്ടല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് ഇറ്റ് ഈസ് എ കമ്പോണൻറ്റ് ഓഫ് ഗെറോഡ്സ് ടെട്രാഡ് നമുക്ക് എഴുതാൻ പറ്റും. ഓൾസോ ഇനിയിപ്പം ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എക്സ്ക്രീറ്റഡ് ഇൻ ലിവർ, ഇറ്റ് ഈസ് എക്സ്ക്രീറ്റഡ് ഇൻ യൂറിൻ എന്ന് പറഞ്ഞു. അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എൽ സൈലുലോസ് യൂറിനിൽ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്ക്രീറ്റഡ് ത്രൂ ദ യൂറിൻ. ഓക്കെ, എൽ സൈലുലോസ് എന്ത് ചെയ്യും? യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ആകുമ്പം എൽ സൈലുലോസ് ഇല്ലേ, നമ്മുടെ സൈലുലോസ് ബെനഡിക്റ്റ് ടെസ്റ്റ് പോസിറ്റീവ് കാണിക്കും. അപ്പോൾ നമ്മുടെ ലാബ് ഫൈൻഡിങ്സ് പറയുമ്പോൾ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് നമ്മുടെ എസെൻഷ്യൽ പെൻറ്റോസ് യൂറിയയിൽ ബെനഡിക്റ്റ് ടെസ്റ്റ് വിൽ ബി പോസിറ്റീവ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് എൽ സൈലുലോസ് ഇൻ ദ യൂറിൻ. ഓൾസോ ഇതിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റാണ് ബയൽസ് ടെസ്റ്റ്. ഇറ്റ് വിൽ ബി ഓൾസോ പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ യൂറോണിക് ആസിഡ് പാത്ത് വരുന്നത്. അപ്പോൾ സമ്മറി പറഞ്ഞാൽ ജസ്റ്റ് ഇറ്റ് ഈസ് എൻ ഓൾട്ടർനേറ്റീവ് വേ ഓഫ് ഗ്ലൂക്കോസ് ഓക്സിഡേഷൻ. പിന്നെ അത് ഇറ്റ് ഈസ് മെയിൻ ഇമ്പോർട്ടൻസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് it provides UDP glucuronic acid which is an active form of glucuronic acid. And അതിൻ്റെ യൂസസ് എഴുതാം. ഇത് എഴുതുന്ന കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ എക്സ്ട്രാ പറഞ്ഞ 2 പോയിന്റ്സ് മറ്റേ വൈറ്റമിൻ സിൻ്റെതും അതുപോലെ തന്നെ പെൻറ്റോസ് ഷുഗറിൻ്റെ കൂടെ ആഡ് ചെയ്യുക. പിന്നെ ഈ പാത്വേ മെൻഷൻ ചെയ്യുക. ദെൻ ഈ എസെൻഷ്യൽ പെൻറ്റോസ് യൂറിയനെ കുറിച്ചിട്ട് എഴുതാം. അത്രയാണ് നമ്മുടെ യൂറോണിക് ആസിഡ് പാത്വേ.